Welcome all. Today we will study about input output port programming in 8051. Before starting this topic, we should understand the pin configuration in 8051. 8051 മൈക്രോ കൺട്രോളറിൽ പ്രധാനമായിട്ടും 40 പിന്നുകളാണുള്ളത്. ആ 40 പിന്നുകളെ 4 പോർട്ടുകളാണ് ഇതിനകത്തുള്ളത്. 40 പിന്നുകളിൽ 4 പോർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പോർട്ടും 8 ബിറ്റ് ആയിരിക്കും. 4 പോർട്ടുകൾ എന്നത് P0 എന്നൊരു പോർട്ട് ഉണ്ടായിരിക്കും, P1 എന്നൊരു പോർട്ട് ഉണ്ടായിരിക്കും, P2 എന്നൊരു പോർട്ട് ഉണ്ടായിരിക്കും, P3 എന്നൊരു പോർട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ 4 പോർട്ടുകൾ, ഈ 40 പിന്നിൽ 4 പോർട്ടുകൾ ഉണ്ടായിരിക്കും. ആ ഓരോ പോർട്ടും 8 ബിറ്റ് ആയിരിക്കും. ഇതിവിടെ ഇപ്പോൾ നമുക്ക് P0 എന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പിൻ നമ്പർ 32 മുതൽ 39 വരെയുള്ളത് പോർട്ട് 0 ആണ്. ഈ പോർട്ട് 0യ്ക്കുള്ളിൽ തന്നെ 8 ബിറ്റുകൾ കാണും, അല്ലെങ്കിൽ 8 പിന്നുണ്ടെന്ന് നമുക്കറിയാം. ആ ഒന്നാമത്തെ പിന്നിനെ P0.0 എന്നും, രണ്ടാമത്തേതിനെ P0.1, ദെൻ P0.2 അപ് ടു P0.7. അങ്ങനെ 8 പിന്നുകളാണ് ഉള്ളത്, അല്ലെങ്കിൽ 8 ബിറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ആർക്ക്? P0 എന്ന് പറഞ്ഞ പോർട്ടിന്. ഇനി P1 എന്ന പോർട്ട് എന്നത് പിൻ നമ്പർ 1 മുതൽ പിൻ നമ്പർ 8 വരെയാണ്. സോ 40 പിന്നിലെ 1 to 8 വരെയുള്ള പിൻസ് പോർട്ട് 1 ആണ്. ആ പോർട്ട് 1 P1.0 to P1.7 ഉണ്ട്. പോർട്ട് 2 എന്നത് പിൻ നമ്പർ 21 to 28 വരെയുള്ള പിന്നാണ് പോർട്ട് 2. ആ പോർട്ട് 2 P2.0 to P2.7 ഉണ്ട്. പോർട്ട് 3 എന്നത് പിൻ നമ്പർ 10 ടു സ്റ്റാർട്ട് ചെയ്യും. 10 to 17 വരെയുള്ള ആ ഒരു പിന്നാണ് P3.0, P3.7 വരെ ഉണ്ടായിരിക്കും. ബാക്കി ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. പിൻ നമ്പർ 9 എന്നത് റീസെറ്റ് ആണ്. പിൻ നമ്പർ 18ഉം 19ഉം ഒക്കെ എക്സ്റ്റേണൽ ക്രിസ്റ്റൽ അപ്ലൈ ചെയ്യാനുള്ള പിന്നുകളാണ്. അതുപോലെ 20th പിന്ന് ഗ്രൗണ്ടും, 40th പിന്നിലാണ് നമ്മൾ ഈ മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യാൻ വേണ്ട പവർ സപ്ലൈ. 5 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. 5 വോൾട്ട് കൊടുക്കുന്നത് 40th പിന്നിലായിരിക്കും, 40ാമത്തെ പിന്നിലായിരിക്കും. സോ ഇതാണ് അതിൻ്റെ ഒരു പിൻ കോൺഫിഗറേഷൻ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പിൻസ് ഏതൊക്കെയാണെന്നുള്ളത്. അതായത് ഇവിടെ 40 പിന്നിൽ 32 പിൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പോർട്ടുകളാണ്. P0, P1, P2, P3. സോ എല്ലാ പോർട്ടുകളും ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടി മാത്രമല്ല, പല അതർ ഫങ്ഷൻസും ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ P3 നമ്മൾ നോക്കിയിട്ടുണ്ട്. P3 ഇൻപുട്ട് ഔട്ട്പുട്ടും അതോടൊപ്പം തന്നെ അത് RxD, TxD, P3.0 ഒക്കെ സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. RxD, TxD, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി INT0യും INT1ഉം, അതുപോലെ ക്ലോക്കിന് വേണ്ടിയുള്ള സിഗ്നലും, റൈറ്റ് കൺട്രോളും റീഡ് കൺട്രോളും, അതിനൊക്കെ വേണ്ടിയുള്ള സിഗ്നലായിട്ടും അല്ലെങ്കിൽ കൺട്രോൾ പിൻസായിട്ടും ഈ പോർട്ട് 3ലെ പിന്നുകളും ആക്ട് ചെയ്യാം. സോ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പലതിനും മൾട്ടി ഫങ്ഷനാണ്. പല പിന്നുകൾക്കും മൾട്ടി ഫങ്ഷനാണ്. ഇൻപുട്ട് ഔട്ട്പുട്ടിന് ഉപരിയായിട്ട് മൾട്ടി ഫങ്ഷനുണ്ട് പല പിന്നുകൾക്കും. ഓക്കെ, സോ ഇനി നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് പിൻസുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പോർട്ട് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് 8 ബിറ്റ് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളാണ് 8051-നുള്ളത്. അതിനെ P0 എന്നും P1, P2 ആൻഡ് P3 എന്നും നമ്മൾ വിളിക്കും. 8 ബിറ്റ് എന്ന് വെച്ചാൽ ഓരോ പോർട്ടിലും 8 പിന്നുകൾ കാണും. ഓക്കെ, റീസെറ്റ് കഴിഞ്ഞ എല്ലാ പിന്നും ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യാൻ റെഡി ആയിരിക്കും. ഓക്കെ, ഇനി ഫസ്റ്റ് ഒരു പിന്നിലേക്ക് അല്ലെ ഒരു ബിറ്റിലേക്ക് 0 റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഔട്ട്പുട്ടായിട്ട് ആക്ട് ചെയ്യും. നോർമലി അതിലേക്ക് ഹൈ ആണ് റൈറ്റ് ചെയ്യണമെങ്കിൽ അത് ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യും. നോർമലി അത് ഇൻപുട്ടായിട്ടായിരിക്കും കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഹൈ സിഗ്നൽ റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിന്നെ ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യും. 0 റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിന്നെ എന്തായിട്ട് ആക്ട് ചെയ്യും? ഔട്ട്പുട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നോർമലി ഇൻപുട്ടായിട്ടിരിക്കുന്ന ഒരു പിന്നിനെ നമുക്ക് ഔട്ട്പുട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു LED ഓൺ ഓഫ് ആക്കണം, അപ്പോൾ ആ പിന്നിനെ നമുക്ക് ഔട്ട്പുട്ട് ആക്കണം. അപ്പം ഔട്ട്പുട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ ആ പിന്നിലേക്ക് നമ്മൾ 0 റൈറ്റ് ചെയ്യണം. ഇനി ആ ഒരു പിന്നിനെ നമുക്ക് വീണ്ടും ഇൻപുട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിലേക്ക് 1 ആയിരിക്കണം സെൻഡ് ചെയ്യണം. ഓക്കെ, സോ ഇൻപുട്ടോ ഔട്ട്പുട്ടോ ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രോഗ്രാം ചെയ്യണം. പ്രോഗ്രാം യൂസർ ഡിഫൈൻഡ് ആണ്. യൂസറിന് തീരുമാനിക്കുക ഒരു പിന്ന് ഇൻപുട്ട് ആകണോ ഔട്ട്പുട്ട് ആകണോ എന്ന്. ദാറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആപ്ലിക്കേഷൻ. നമ്മളിപ്പോൾ ഒരു LED അതുപോലെയുള്ള ഔട്ട്പുട്ട് ഡിവൈസ് ആണെങ്കിൽ ആ പിന്നിനെ ഔട്ട്പുട്ട് ആക്കണം. സെൻസർ മുതലായ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിന്നിനെ നമുക്ക് ഇൻപുട്ട് ആക്കണം. സോ 1 റൈറ്റ് ചെയ്ത് ആ പിന്നിലേക്ക് 1 റൈറ്റ് ചെയ്ത് നമുക്ക് ആ പിന്നിനെ ഇൻപുട്ട് ആക്കാം. 0 റൈറ്റ് ചെയ്ത് ആ പിന്നിനെ നമുക്ക് ഔട്ട്പുട്ട് ആക്കി സെറ്റ് ചെയ്യാം. ഇനി പോർട്ട് 0, നമ്മുടെ ആദ്യത്തെ പോർട്ട്, 4 പോർട്ട് 32 പിൻസ് എന്തായിട്ട് ആ പോർട്ടുകളായിരുന്നു അല്ലേ, പോർട്ടിൻ്റെ പിന്നുകളായിരുന്നു. അതിൽ നമുക്ക് ഒന്നാമത്തെ പോർട്ടായ പോർട്ട് 0 ആദ്യം തന്നെ മനസ്സിലാക്കാം.
ദിസ് പോർട്ട് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. സോ യൂസർ ഡിഫൈൻഡ് ആണ്, യൂസറിന് തീരുമാനിക്കാം ഈ പോർട്ടിലെ പിന്നെ ഇൻപുട്ട് ആകണോ ഔട്ട്പുട്ട് ആകണോ എന്ന്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോർട്ട് 0 പിന്നുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ പിന്ന് എക്സ്റ്റേണലി നമ്മൾ 10 കിലോ ഓം റെസിസ്റ്റർ യൂസ് ചെയ്ത് പുള്ളപ്പ് ചെയ്യണം. അതായത് പുള്ളപ്പ് ചെയ്യാന്ന് വെച്ചാൽ ആ പിന്നിനെ നേരെ വി സി സിയിലേക്ക് 10 കിലോ ഓം റെസിസ്റ്റർ വെച്ച് വി സി സിയിലേക്ക് കണക്ട് ചെയ്യാം. അതിനാണ് പുള്ളപ്പ് ചെയ്യണം. ഇപ്പോൾ പുൾ ഡൗൺ ആണെങ്കിലോ ആ 10K അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ റെസിസ്റ്റൻസ് വാല്യൂ യൂസ് ചെയ്ത് ഗ്രൗണ്ട് ചെയ്യണം ആ പിന്നിന്. അപ്പോൾ പോർട്ട് 0 ഏത് പിന്നെ യൂസ് ചെയ്യണമെങ്കിലും അതിന് എന്ത് ചെയ്യണം, എക്സ്റ്റേണലി 10 കിലോ ഓം റെസിസ്റ്റർ യൂസ് ചെയ്ത് പുള്ളപ്പ് ചെയ്യണം. പോർട്ട് 0 ഓരോ പിന്നിനെ നമുക്ക് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ആക്കാം, അത് യൂസറിന് തീരുമാനിക്കാം. ഓക്കെ, പക്ഷേ ഈ പോർട്ട് 0 മാത്രമേ ഇങ്ങനത്തെ ഒരു കണ്ടീഷനുള്ളൂ. അതിന് ഓപ്പൺ ഡ്രെയിൻ കണ്ടീഷനാണ് P0 ഉള്ളത്. പോർട്ട് 0 ഓപ്പൺ ഡ്രെയിൻ കണ്ടീഷനാണ്. പക്ഷേ P1 P2 P3 ഇങ്ങനെ നമ്മൾ എക്സ്റ്റേണലി പുള്ളപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അതിന് ഇന്റേണലി അങ്ങനത്തെ ഒരു കാര്യം നടക്കുന്നുണ്ട്. അതുകൊണ്ട് എക്സ്റ്റേണലി നമ്മൾ പുള്ളപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഓപ്പൺ ഡ്രെയിൻ എന്ന് വെച്ചാൽ ഒരു മോസ് ചിപ്പിലാണ് ഈ ഓപ്പൺ ഡ്രെയിൻ്റെ കേസ് വരുന്നത്. അത് നമ്മുടെ TTL ലോജിക്കിനകത്തുള്ള ഓപ്പൺ കളക്ടറിന് സമാനമാണ് ഈ ഓപ്പൺ ഡ്രെയിൻ. മോസ് ചിപ്പുകളിൽ, മോസ് സർക്യൂട്ടുകളിൽ അതിനെ ഓപ്പൺ ഡ്രെയിൻ എന്ന് പറയും. TTLനകത്തൊക്കെ നമ്മൾ അതിനെ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയണം. അപ്പോൾ നമ്മുടെ പോർട്ട് 0 എന്നത് ഓപ്പൺ ഡ്രെയിൻ ആണ്. ഓപ്പൺ ഡ്രെയിൻ ആയതുകൊണ്ട് പോർട്ട് 0 യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും 10 കിലോ ഓം റെസിസ്റ്റർ യൂസ് ചെയ്ത് പുള്ളപ്പ് ചെയ്തിരിക്കണം. പുള്ളപ്പ് മീൻസ് ആ ഒരു പിന്നിൽ നിന്നും VCCയിലേക്ക് കണക്ട് ചെയ്യണം. ഏത് 10 കിലോ ഓം റെസിസ്റ്റർ യൂസ് ചെയ്ത്. അതിൻ്റെ ഒരു കോൺഫിഗറേഷനാണ്, അതിൻ്റെ ഒരു കണക്ഷനാണ് താഴത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. സോ പോർട്ട് 0 കേസിൽ. ഇനി പോർട്ട് 0 ആസ് ഇൻപുട്ട്, എങ്ങനെ അതിനെ ഇൻപുട്ട് ആക്കാം? സോ ഇൻ ഓർഡർ ടു മേക്ക് പോർട്ട് 0 ആസ് ആൻ ഇൻപുട്ട്, ദ പോർട്ട് മസ്റ്റ് ബി പ്രോഗ്രാംഡ് ബൈ റൈറ്റിംഗ് 1 to all the bits. സോ പോർട്ട് 0 കംപ്ലീറ്റ്ലി ഇൻപുട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ 1 എന്ന വാല്യൂ, ഒരു ഹൈ വാല്യൂ എല്ലാ പിന്നുകളിലേക്കും അല്ലെ എല്ലാ ബിറ്റിലേക്കും റൈറ്റ് ചെയ്യണം. സോ അതെങ്ങനെ ചെയ്യാം, പ്രോഗ്രാമിംഗ് മുഖേന എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എ എന്ന് പറഞ്ഞ അക്യുമുലേറ്ററിലേക്ക് ഒരു ഹൈ ഹെക്സ് വാല്യൂ, ഒരു FF എന്ന് പറഞ്ഞ വാല്യൂ മൂവ് ചെയ്യിക്കുന്നു. മൂവ് A,#0 FFH. ആ FFH എന്ന് പറഞ്ഞ ഹെക്സ് ആയിരിക്കും ഇപ്പോൾ എയ്ക്കകത്തിരിക്കുന്നത്. അത് ഹൈ ആണ്, ഒരു ഹൈ ആണ്. അതിനുശേഷം നമ്മൾ മൂവ് P0,A കൊടുത്തു. മൂവ് P0,A കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ആ P0യിലേക്ക് FF എന്ന് പറഞ്ഞ വാല്യൂ റൈറ്റ് ആയി. FF എന്ന് വെച്ചാൽ അതിലേക്ക് ഒരു ഹൈ വാല്യൂ റൈറ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ആ പോർട്ട് 0 എല്ലാ പിന്നുകളും എന്തായിട്ട് ആക്ട് ചെയ്യും, ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യും. ഇനി അടുത്ത് നമ്മൾ ഒരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ബാക്ക് മൂവ് A, P0. അതിനുശേഷം ഇൻപുട്ടായിട്ട് അതിലേക്ക് പിന്നെ വരുന്ന വാല്യൂ എല്ലാം അക്യുമുലേറ്ററിലേക്ക് നമ്മൾ ലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മളത് മറ്റൊരു പോർട്ടിലേക്ക് മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ മൂവ് P1,A കൊടുത്താൽ മതി. അപ്പോൾ ആ പോർട്ടിലേക്ക് അതിൽ നിന്ന് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ അതിനുശേഷം ജമ്പ് ബാക്ക്. അപ്പോൾ ആ ബാക്ക് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ലൂപ്പായിട്ട് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പോർട്ടിനെ ഇൻപുട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഹൈ റൈറ്റ് ചെയ്യണം. ഫസ്റ്റ് ഒരു ഹൈ ബിറ്റ് റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോർട്ടിൽ ഫുള്ള് എല്ലാം ഇൻപുട്ടായി. അതിനുശേഷം നമുക്ക് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആ പോർട്ടിൽ വരുന്നതിന് ഇൻപുട്ടിനെ എടുത്ത് അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യാം. ആ വരുന്ന ഡാറ്റാനെ വേറെ ഏതെങ്കിലും പോർട്ടിലേക്കും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പോർട്ടിലേക്കോ രജിസ്റ്ററിലേക്കോ ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. പോർട്ട് 0 ഈസ് ഓൾസോ ഡിസൈൻ ആസ് AD0 to AD7. അതായത് ഇതിനകത്ത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കും. അതുപോലെ തന്നെ അഡ്രസ്സിൻ്റെ ലോവർ ബിറ്റ്സും ഇതിനകത്ത് കൂടി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു മൾട്ടിപ്ലക്സ്ഡാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അഡ്രസ് ട്രാൻസ്മിഷനും അതുപോലെ തന്നെ ഡാറ്റ ട്രാൻസ്മിഷനും വേണ്ടി യൂസ് ചെയ്യാം. അപ്പം AD0 to AD7 അതിനെ വിളിക്കുന്നുണ്ട്. ബോത്ത് അഡ്രസ് ആൻഡ് ഡാറ്റ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് യൂസിങ് ദീസ് പിൻസ്. When connecting an 8051 or 31 to an external memory, port 0 provide both address and data. ഓക്കെ, അപ്പോൾ ഒരു എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ പോർട്ട് യൂസ് ചെയ്ത് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ നടത്താം. അതുപോലെ തന്നെ അഡ്രസ്സിൻ്റെ ലോവർ ബിറ്റ്സിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു പോർട്ടിന് ഉണ്ട്. സോ ഇത് മൾട്ടി പർപ്പസ് ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്കാം, അതുപോലെ തന്നെ അഡ്രസ്സിൻ്റെയും ഡാറ്റയുടെയും കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. അടുത്ത പോർട്ട് 1 കേസ് എടുക്കുകയാണെങ്കിൽ പോർട്ട് 1 നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ എയ്തർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്, ഡിപ്പെൻസ് അപ്പോൺ ആപ്ലിക്കേഷൻ. പക്ഷേ ഈ പോർട്ട് 0 കമ്പയർ ചെയ്യുമ്പോൾ ഈ പോർട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പം എക്സ്റ്റേണൽ പുള്ളപ്പ് റെസിസ്റ്റർ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ഹാസ് പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് ഇൻറ്റേർണലി. അതിന് ഇൻറ്റേർണലി പുള്ളപ്പ് റെസിസ്റ്റർ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് 10K റെസിസ്റ്ററോ അങ്ങനെയുള്ള ഹൈ റെസിസ്റ്റർ വെച്ച് പുള്ളപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, റീസെറ്റിന് ശേഷം ഈ പോർട്ട് 1 എപ്പോഴും ഇൻപുട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ടു മേക്ക് പോർട്ട് 1 ആൻഡ് ഇൻപുട്ട് പോർട്ട് ഇറ്റ് മസ്റ്റ് ബി പ്രോഗ്രാംഡ് ആസ് സച്ച് ബൈ റൈറ്റിംഗ് 1 to all its bits. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈ വാല്യൂ ഒരു 1 എല്ലാ ബിറ്റിലേക്കും റൈറ്റ് ചെയ്യണം, എല്ലാ പോർട്ടിലേക്ക് റൈറ്റ് ചെയ്യണം. അപ്പോൾ അത് ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യും. ഔട്ട്പുട്ടായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ 0 ആയിരിക്കണം റൈറ്റ് ചെയ്യണം.
ഔട്ട്പുട്ട് ആണെന്നും കൂടി പറയുന്നു. ഔട്ട്പുട്ട് ആക്കാൻ 0 റൈറ്റ് ചെയ്യണം, ഇൻപുട്ട് ആക്കാൻ വേണ്ടി ഹൈ വാല്യൂ ഓർ 1 റൈറ്റ് ചെയ്യണം. പോർട്ട് 1 ഈസ് കോൺഫിഗേർഡ് ഫസ്റ്റ് ആസ് ആൻ ഇൻപുട്ട് പോർട്ട് ബൈ റൈറ്റിംഗ് വൺസ് ടു ഇറ്റ്. Then data is received from that port and saved in R7 and R5. സോ നമ്മളിവിടെ ആദ്യം പോർട്ട് 1ന് ഇൻപുട്ട് ആക്കും, അതിനുശേഷം ആ പോർട്ട് 1ലൂടെ വരുന്ന ഇൻപുട്ട് ഡാറ്റാസിനെ റിസീവ് ചെയ്യും. ആ റിസീവ് ചെയ്ത് ആ വാല്യൂ നമ്മൾ അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. ആ അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്ത വാല്യൂസിനെ നമുക്ക് ഒരു R7 എന്ന് പറഞ്ഞ രജിസ്റ്ററിലും R5 എന്ന രജിസ്റ്ററിലേക്ക് നമുക്ക് മൂവ് ചെയ്യിക്കാം. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ ഇൻപുട്ട് ആക്കാൻ വേണ്ടി അക്യുമുലേറ്ററിലേക്ക് ഒരു ഹൈ വാല്യൂ ഒരു 1 റൈറ്റ് ചെയ്യുന്നു, ഒരു ഹൈ റൈറ്റ് ചെയ്യുന്നു. സോ മൂവ് A,0 FFH എന്ന ഹെക്സ് വാല്യൂ ഹൈ വാല്യൂ റൈറ്റ് ചെയ്യുന്നു. സോ അക്യുമുലേറ്ററിൽ ഇപ്പോൾ ഈ ഹൈ വാല്യൂ വരും. ആ ഹൈനെ അല്ലെങ്കിൽ 1നെ നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യും? P1 എന്ന് പറഞ്ഞ് നമ്മുടെ പോർട്ട് 1ലേക്ക് മൂവ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് പോർട്ട് 1 ഒരു ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യും. അതിനുശേഷം ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ P1ലേക്ക് എക്സ്റ്റേണലിൽ നിന്ന് ഡാറ്റ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഇൻപുട്ടായി. ആ ഇൻപുട്ട് ഡാറ്റാസിനെ ഇപ്പോൾ സെൻസറിൽ നിന്നുള്ള ഡാറ്റാസ് എല്ലാം P1ലേക്ക് വരുന്നുകൊണ്ടിരിക്കുക. ആ വരുന്ന ഇൻകമിങ് ഡാറ്റാനെ നമുക്കൊരു സ്പേസിൽ കോപ്പി ചെയ്ത് വെക്കണം. അതിനുവേണ്ടി അക്യുമുലേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മൂവ് A,P1 ചെയ്യുമ്പോൾ P1ൽ ഇൻപുട്ടായിട്ട് വരുന്ന ഡാറ്റ അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ആകുന്നു. അതിനുശേഷം നമ്മളൊരു എന്ത് ചെയ്യും? ആ അക്യുമുലേറ്ററിലുള്ള വാല്യൂവിനെ R7 എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് നമുക്ക് മൂവ് ചെയ്യണം. അതിൻ്റെ ഹയർ ബിറ്റും ലോവർ ബിറ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓരോ രജിസ്റ്ററിലേക്കൊക്കെ മൂവ് ചെയ്യിക്കാം. അപ്പോൾ ആദ്യം മൂവ് A,R7 ചെയ്യുമ്പം ആ കണ്ടന്റ് R7ലേക്ക് മൂവ് ചെയ്യും. അതിനുശേഷം ഡിലേ ചെയ്യുന്നു. ഡിലേ ചെയ്തതിന് ശേഷം അനദർ ഡാറ്റ, മറ്റ് ഡാറ്റ വരും. ആ ഡാറ്റ വീണ്ടും അക്യുമുലേറ്ററിൽ സ്റ്റോർ, ഒരു ഡിലേക്ക് ശേഷം അടുത്ത ഡാറ്റ വരും. ആ ഡാറ്റ അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. അത് മറ്റൊരു രജിസ്റ്ററിൽ സേവ് ചെയ്യിക്കാൻ വേണ്ടി അല്ലെ കോപ്പി ചെയ്യാൻ വേണ്ടി മൂവ് R5, A ചെയ്യുന്നു. സോ ആ രണ്ടാമത് വരുന്ന ഡാറ്റ എവിടെ സേവ് ചെയ്യും? R5 എന്ന് പറഞ്ഞ രജിസ്റ്ററും ആദ്യം വന്ന ഡാറ്റ R7ലും സ്റ്റോർ ചെയ്യും. ഇതാണ് പോർട്ട് 1ൻ്റെ ഒരു കേസ്. സോ പോർട്ട് 2ൻ്റെ കേസ് നേരത്തെ പോർട്ട് 1 പറഞ്ഞ പോലെ തന്നെയാണ്. അതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്ട് ചെയ്യാം. പക്ഷേ എന്താണ്, just like P1, port 2 does not need any pull-up resistor since it already has a pull-up resistor internally. നമ്മുടെ പോർട്ട് 0 പോലെയൊന്നുമല്ല. പോർട്ട് 1നും പോർട്ട് 2നും പുള്ളപ്പ് റെസിസ്റ്ററിന് ആവശ്യമില്ല. സോ അപ്പോൾ റീസെറ്റ് പോർട്ട് 2 ഈസ് കോൺഫിഗേർഡ് ആസ് ഇൻപുട്ട് പോർട്ട്. ഇൻപുട്ട് പോർട്ടായിട്ട് അത് ആക്ട് ചെയ്യും. ആ ഇൻപുട്ട് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 1 റൈറ്റ് ചെയ്യണം. ആ പോർട്ടിലേക്ക് അല്ലെങ്കിൽ പോർട്ടിൻ്റെ എല്ലാ ബിറ്റുകളിലേക്കും 1 റൈറ്റ് ചെയ്യണം. ഓക്കെ. ഇൻ മിക്ക 8051 ബേസിസ് സിസ്റ്റത്തിനകത്ത് പോർട്ട് 2നെ ഇൻപുട്ട് ഔട്ട്പുട്ട് സിംപ്ലി ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇൻ 8051 ബേസ്ഡ് ഓർ 8031 ബേസിസ് സിസ്റ്റത്തിനകത്ത് പോർട്ട് 2 മസ്റ്റ് ബി യൂസ്ഡ് അലോങ് വിത്ത് P0 ടു പ്രൊവൈഡ് ദ 16-bit അഡ്രസ് ഫോർ എക്സ്റ്റേണൽ മെമ്മറി. സോ നമ്മുടെ പോർട്ട് 0യ്ക്കകത്ത് ആ ഇതിൻ്റെ എന്താ അഡ്രസ്സിൻ്റെ ലോവർ ബിറ്റായിരിക്കും. ലോവർ ബിറ്റ്സ് എല്ലാം ആണ്. A0 to A7 ആയിരുന്നു. ഇനി ആ അഡ്രസ്സ് 16-bit അഡ്രസ്സാണ്. അതിൻ്റെ അപ്പർ പാർട്ട് ഉണ്ടായിരിക്കും. ആ അപ്പർ പാർട്ട് നമ്മൾ ഈ പോർട്ട് 2 യൂസ് ചെയ്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അഡ്രസ്സിൻ്റെ അപ്പർ ബിറ്റ് പോർട്ട് 2ലും ലോവർ ബിറ്റ് പോർട്ട് 1ലായിരിക്കും. അപ്പോൾ ഈ 8051 ഒരു എക്സ്റ്റേണൽ മെമ്മറി കണക്ട് ചെയ്യുമ്പം അതിന് 16-bit അഡ്രസ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമുക്ക് പോർട്ട് 0യും പോർട്ട് 2ഉം അറ്റ് എ ടൈമിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫെസിലിറ്റി പറ്റും. അപ്പോൾ പോർട്ട് 0യിൽ ആ അഡ്രസ്സിൻ്റെ ലോവർ ബിറ്റ്സുകൾ എല്ലാം 8-bit അപ്പർ ബിറ്റ്സുകൾ പോർട്ട് 2യിലൂടെയും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ പോർട്ട് 0 എന്താണ് 8-bit A0 to A7 പോർട്ട് 0യിലും പോർട്ട് 2ൽ A8 മുതൽ A15 വരെയും വയ്ക്കാൻ പറ്റും. അതായത് ഈ പോർട്ട് 2 ഒരു ഡ്യുവൽ നേച്ചർ ഉണ്ട്. അതിന് ഡാറ്റ ട്രാൻസ്മിഷനും ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്കാം. അതേപോലെ തന്നെ അഡ്രസ്സിന് വേണ്ടിയും യൂസ് ചെയ്യാം പോർട്ട് 2. ഇനി അടുത്ത് നമ്മുടെ പോർട്ട് 3യുടെ കേസ് വന്നിട്ടുണ്ട്. വളരെ യൂസ്ഫുള്ളും മറ്റേ പോർട്ടുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോർട്ട് തന്നെയാണ് പോർട്ട് 3. പോർട്ട് 3 ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ആക്കാം. എന്താ 1 റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് ആവും, 0 റൈറ്റ് ചെയ്ത് നമുക്കതിനെ ഔട്ട്പുട്ട് ആക്കാൻ പറ്റും. പക്ഷേ പോർട്ട് 3ക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്താ 2ഉം 1ഉം കൺസിഡർ ചെയ്യുന്ന പോലെ തന്നെ എക്സ്റ്റേണൽ പുള്ളപ്പ് റെസിസ്റ്ററിൻ്റെ ആവശ്യമില്ല. 0യ്ക്ക് മാത്രമേ പുള്ളപ്പ് റെസിസ്റ്ററിൻ്റെ ആവശ്യമുള്ളൂ. പോർട്ട് 3 ഈസ് കോൺഫിഗേർഡ് ആസ് ഇൻപുട്ട് അപ്പോൺ റീസെറ്റ്. ദിസ് ഈസ് നോട്ട് ദ വേ ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ്. അത് ഈ പോർട്ട് നമ്മൾ പോർട്ട് 1ഉം പോർട്ട് 2ഉം ഒക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ടിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ പോർട്ട് 3 യൂസ് ചെയ്യുന്നത് ഇതിന് അഡീഷണൽ പർപ്പസ് ഉണ്ട്. ആ അഡീഷണൽ പർപ്പസ് എന്ന് വെച്ചാൽ ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ അതിൻ്റെ അഡീഷണൽ പർപ്പസ് എന്ന് വെച്ചാൽ ഈ പോർട്ട് 3ക്കകത്ത് പല അഡീഷണൽ പർപ്പസ് ഉണ്ട്. പല ഇമ്പോർട്ടൻറ്റ് സിഗ്നൽസും ഈ ഒരു പോർട്ടിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഈ പോർട്ടിൻ്റെ P3.0 എന്ന് പറഞ്ഞത് നമ്മുടെ RxD ആണ്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ. RxD എന്ന് വെച്ചാൽ റിസീവിംഗ് പിന്നാണ്.
P3.1 എന്ന് വെച്ചാൽ ട്രാൻസ്മിഷൻ പിന്നാണ്. ഫോർ എക്സാമ്പിൾ പിൻ നമ്പർ 10ഉം പിൻ നമ്പർ 11ഉം ആണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു മൈക്രോ കൺട്രോളറിലേക്ക് ഒരു ബ്ലൂടൂത്ത് മോഡ്യൂളൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബ്ലൂടൂത്ത് മോഡ്യൂളിനുണ്ട് RXഉം TXഉം. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നത് എൻ്റെ വായിൽ നിന്ന് നിങ്ങളുടെ കാതിലേക്കാണ്. നിങ്ങൾ പറയുന്ന ഒരു കാര്യം എന്നിലേക്ക് എത്തുന്നത് നിങ്ങളുടെ വായിൽ നിന്ന് എൻ്റെ കാതിലേക്കാണ്. സോ നിങ്ങളുടെ ട്രാൻസ്മിറ്റർ എൻ്റെ കാതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, എൻ്റെ ട്രാൻസ്മിറ്റർ നിങ്ങളുടെ കാതുമായിട്ട് കണക്ട് ചെയ്ത്. ലൈക്ക് വൈസ് ഈ ഒരു മൈക്രോ കൺട്രോളർ ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ലൈക്ക് ഒരു ഫോണൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അപ്ലൈ സം കമ്മ്യൂണിക്കേഷൻ മോഡ്യൂൾ ലൈക്ക് ബ്ലൂടൂത്ത്, വൈഫൈ, GSM അതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ മോഡ്യൂൾസ് ഒക്കെ ആഡ് ചെയ്യും. സോ അത്തരം മോഡ്യൂൾസ് അല്ലെങ്കിൽ അത്തരം കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള പിന്നുകളാണ് P3.0യും P3.1. P3.0 is called RXD, it is a receiving pin, and P3.1 is called TXD pin. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബ്ലൂടൂത്ത് ഉണ്ടെങ്കിൽ ആ ബ്ലൂടൂത്ത് മോഡ്യൂളിന് VCC ഗ്രൗണ്ട് ഒക്കെ കാണും. അത് നമ്മൾ 5 വോൾട്ടും ഗ്രൗണ്ടും ഒക്കെ കൊടുക്കുക. അതിനുകൊണ്ട് RXഉം TXഉം. സോ ആ ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ RX ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒരു ഡാറ്റ കൊടുക്കുന്നു, ബ്ലൂടൂത്ത് മോഡ്യൂൾ അതിനെ റിസീവ് ചെയ്യുന്നു, അത് നേരെ ഈ മൈക്രോ കൺട്രോളറിലേക്ക് വരണം. അപ്പം ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ ട്രാൻസ്മിഷൻ പിന്നെ ഈ മൈക്രോ കൺട്രോളറിൻ്റെ RXD പിന്നിലും ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ റിസീവിംഗ് പിന്നെ ഈ മൈക്രോ കൺട്രോളറിൻ്റെ TXDയിലും കണക്ട് ചെയ്യണം. സോ സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇത് മൾട്ടിപർപ്പസ് ആണെന്ന് പറഞ്ഞു, അഡീഷണൽ ഫങ്ഷനാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഇൻപുട്ട് ഔട്ട്പുട്ടിന് ഉപരിയായിട്ട് P3.0നെ നമുക്ക് സീരിയൽ കമ്മ്യൂണിക്കേഷനും യൂസ് ചെയ്യാം. ദെൻ P3.2 അത് എക്സ്റ്റേണൽ ഇൻട്രപ്റ്റുകൾ ഹാൻഡിൽ ചെയ്യാനുള്ള പിന്നാണ്. P3.2ഉം P3.3യും അത് ഇൻട്രപ്റ്റ് പിന്നാണ്. INT0യും INT1 ആണ് ഇൻട്രപ്റ്റ് പിന്നാണ്. 12th പിന്നും 13th പിന്നുമാണ്. ബാക്കി മറ്റൊന്ന് കാര്യം, നമുക്ക് ടൈമർ വേണം. ടൈമറിന് വേണ്ടിയുള്ള പിന്നുകളാണ് T0യും T1ഉം. ടൈമറിന് വേണ്ടിയുള്ള പിന്നുകളാണ് T0യും T1ഉം. ഇനി അടുത്ത മറ്റൊരു കൺട്രോൾ സിഗ്നലുകളാണ് റൈറ്റ് കൺട്രോൾ സിഗ്നൽ, റീഡ് കൺട്രോൾ സിഗ്നൽ. P3.6ഉം P3.7 ഒക്കെ എന്താണ് റീഡ് റൈറ്റ് സിഗ്നൽസ് ഓഫ് എക്സ്റ്റേണൽ മെമ്മറീസ് ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ റീഡ് റൈറ്റ് കൺട്രോൾ സിഗ്നലുകളാണ് P3.6 ആൻഡ് P3.7 ഓർ പിൻ നമ്പർ 16 ആൻഡ് പിൻ നമ്പർ 17. അടുത്ത ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്സ് ആൻഡ് ബിറ്റ് അഡ്രസ്സബിലിറ്റി. ഇപ്പോൾ ഒരു പോർട്ടിനെ കംപ്ലീറ്റ്ലി നമുക്ക് മെൻഷൻ ചെയ്യേണ്ട, അല്ലെ കംപ്ലീറ്റ്ലി ആ പോർട്ട് യൂസ് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പിന്ന് മാത്രം, അല്ലെ പർട്ടിക്കുലർ ബിറ്റ് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സംടൈംസ് വി നീഡ് ടു ആക്സസ് ഓൺലി 1 or 2 ബിറ്റ്സ് ഓഫ് ദ പോർട്ട്. അപ്പോഴാണ് നമ്മൾ ബിറ്റ് അഡ്രസ്സബിലിറ്റിനെ കുറിച്ച് ചിന്തിക്കണം. ഒരു ബിറ്റിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ ആണ് ഒരു ബിറ്റ് മാത്രം. ഇപ്പം P1 എന്ന് പറഞ്ഞ പോർട്ടിൻ്റെ ഒരു പിൻ നമ്പർ P1.2, ആ P1.2നെ മാത്രം എനിക്ക് യൂസ് ചെയ്യാം. എന്താ ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു, CPL എടുത്താൽ മതി. CPL P1.2 എന്ന് വെച്ചാൽ P1.2നെ എന്ത് ചെയ്യും, കോംപ്ലിമെൻറ്റ് ചെയ്യും. എന്നിട്ട് ഒരു ഡിലേ കൊടുക്കും, എസ് ജമ്പ് ബാക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ P1.2 0 ആണെങ്കിൽ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ 1 വരും, ഒരു ഡിലേ കൊടുക്കും, ദെൻ എസ് ജമ്പ് ബാക്ക്, വീണ്ടും എന്ത് ചെയ്യും, അത് പോകും. അപ്പോൾ ഓൾറെഡി 1 ആണെങ്കിൽ 0 ആക്കിയായിരുന്നു, ഇപ്പോൾ കറൻറ്റ്ലി 0 വീണ്ടും അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് 1 ആക്കും, ദെൻ വീണ്ടും ഡിലേ കൊടുക്കും, എസ് ജമ്പ് ബാക്ക്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ P1.0 ഹൈ ആകും, ലോ ആകും, ഹൈ ആകും, ലോ ആകും. അതിനെ മറ്റൊരു രീതിയിൽ എഴുതാമെന്ന് വെച്ചാൽ അതിന് ഒരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു, എഗെയിൻ എന്ന് പറഞ്ഞൊരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം അതിനെ കോംപ്ലിമെൻറ്റ് പകരം ആ ബിറ്റിനെ നമുക്ക് സെറ്റ് ചെയ്യാം, ആ ബിറ്റിനെ ഹൈ ആക്കാം. ബിറ്റിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സെറ്റ് ബി എന്ന് പറഞ്ഞ കമാൻഡ്. സെറ്റ് ബിറ്റാണത്. സെറ്റ് ബി ഒരു സ്പേസ് ഇട്ടിട്ട് ഏത് പിന്നിനെയാണോ അല്ലെങ്കിൽ ഏത് പോർട്ടിൻ്റെ ബിറ്റിനെയാണോ സെറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ നെയിം പ്രതിപാദിക്കുക. P1.2. സോ സെറ്റ് ഓൺലി P1.2. അപ്പോൾ ആ P1.2നെ മാത്രം എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും, അതിനെ ഹൈ ആക്കും. അതിനുശേഷം ഒരു ഡിലേ വിളിക്കും, അതിനുശേഷം എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യും. CLR P1.2, ക്ലിയർ ഓൺലി P1.2നെ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യും. ദെൻ കോൾ ഡിലേ ഒരു ചെറിയ ഡിലേ വിളിക്കും, പിന്നെ എസ് ജമ്പ് എഗെയിൻ. അപ്പോൾ എഗെയിൻ എന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെ കണ്ടിന്യൂസ്ലി എക്സിക്യൂട്ട് ചെയ്യും. സോ ഈ ഒരു പ്രോഗ്രാം യൂസ് ചെയ്ത് നമുക്കൊരു LED ബ്ലിങ്കിങ് ചെയ്യാൻ പറ്റും. ഇപ്പം P1.2ൽ ഒരു LED വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പിന്നിനെ ഔട്ട്പുട്ട് ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റ് ബിറ്റ് P1.2 ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ പിന്ന് ഹൈ ആകുമ്പോൾ അവിടെ ആ റെസിസ്റ്റർ മീൻസ് LED എന്ത് ചെയ്യും, LEDയിലേക്ക് ഒരു സിഗ്നൽ ചെല്ലും, വോൾട്ടേജ് ചെല്ലും, LED തെളിയും. അപ്പോൾ കോൾ ഡിലേ കൊടുക്കുമ്പോൾ ഒരു അല്പസമയം ഡിലേയിലേക്ക് അത് സെറ്റ് ബിറ്റ് ആയിട്ട് തന്നെ നിൽക്കും, അതായത് LED തെളിഞ്ഞ് തന്നെ നിൽക്കും. അതിനുശേഷം നമ്മൾ ക്ലിയർ P1.2 കൊടുക്കുക. ക്ലിയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ആ ഒരു പിന്ന് ലോ ആകുമ്പം അവിടെ കണക്ട് ചെയ്തിരിക്കുന്ന LED എന്ത് ചെയ്യും, ഓഫ് ചെയ്യും. ദെൻ കോൾ ഡിലേ ആകുമ്പോൾ ചെറിയൊരു ഡിലേ നേരത്തേക്ക് അത് ഓഫായിട്ട് നിൽക്കും. ദെൻ എസ് ജമ്പ് എഗെയിൻ ആയതുകൊണ്ട് എന്ത് ചെയ്യും, ആ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി എക്സിക്യൂട്ട് ചെയ്യും. സെറ്റ് ചെയ്യും, ഡിലേ ആകും, ദെൻ ക്ലിയർ ചെയ്യും, ഡിലേ, ദെൻ സെറ്റ്, ഡിലേ, ക്ലിയർ, ഡിലേ, ദെൻ സെറ്റ്, അങ്ങനെ കണ്ടിന്യൂസ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ്
ബിറ്റ് അഡ്രസ്സബിലിറ്റിയുടെ കേസ്. ഒരു പർട്ടിക്കുലർ ബിറ്റിനെ മാത്രം അല്ലെങ്കിൽ പോർട്ടിലെ ഒരു പർട്ടിക്കുലർ പിന്നിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബിറ്റ് അഡ്രസ്സബിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ 4 പോർട്ടുകളിലെ പിന്നുകളെ കുറിച്ച് പഠിക്കണം. P0.0 മുതൽ P0.7 വരെയുണ്ട് പോർട്ട് 0യിൽ. പോർട്ട് 1-ലാണെങ്കിൽ P1.0 മുതൽ P1.7 വരെയുണ്ട്. പോർട്ട് 2-ൽ P2.0 to P2.7. അപ്പം മറ്റേത് P3.0 മുതൽ P3.7 വരെയുണ്ട്. അതിൻ്റെ പോർട്ട് ബിറ്റുകൾ D0 മുതൽ D7 വരെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് മിക്കപ്പോഴും വരുന്നതാണ്. ക്രിയേറ്റ് എ സ്ക്വയർ വേവ് ഓഫ് 50% ഡ്യൂട്ടി സൈക്കിൾ ഓൺ ബിറ്റ് 0 ഓഫ് പോർട്ട് 1. സോ നമ്മളൊരു സ്ക്വയർ വേവിനെ ജനറേറ്റ് ചെയ്യണം. അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ എത്രയായിരിക്കണം, 50% ആയിരിക്കണം. എവിടെ ജനറേറ്റ് ചെയ്യണം, പോർട്ട് 1-ൻ്റെ 0th ബിറ്റ്. പോർട്ട് 1-ലെ 0, അതായത് P1.0-ൽ ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യണം. അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ എന്നത് 50% ആയിരിക്കണം. ഈ 50% ഡ്യൂട്ടി സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഓൺ ടൈം, അതായത് ഇത് ഹൈ ആയിട്ട് നിൽക്കുന്ന ടൈമും ഓഫ് ആയിട്ട് നിൽക്കുന്ന ടൈമും എന്തായിരിക്കണം, സെയിം ലെങ്ത് ആയിരിക്കണം. സെയിം ടൈമിൽ അത് ഹൈ ആയിട്ട് നിൽക്കണം, അത്രയും സമയം തന്നെ അത് ലോ ആയിട്ട് നിൽക്കണം. ഫോർ നമ്മൾ എന്ത് ചെയ്യണം, P1.0-നെ ടോഗിൾ ചെയ്യണം. ടോഗിൾ ചെയ്യാന്ന് വെച്ചാൽ അതിനെ ഹൈ ആക്കണം, ലോ ആക്കണം, ഹൈ ആക്കണം, ലോ ആക്കണം. ബിറ്റ്വീൻ എ ഫിക്സഡ് ഡിലേ, ഒരു പർട്ടിക്കുലർ ഡിലേയിൽ അതിനെ ഹൈ ലോ ആക്കണം. സെയിം ഡിലേ ആയിരിക്കണം. സോ അതിനു വേണ്ടി എങ്ങനെ ചെയ്യാം? സോ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ക്രിയേറ്റ് എ സ്ക്വയർ വേവ് ഓഫ് 50% ഡ്യൂട്ടി സൈക്കിൾ ഓൺ ബിറ്റ് 0 ഓഫ് പോർട്ട് 1. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഹിയർ എന്ന ഒരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് നമ്മൾ അതിനെ സെറ്റ് ബിറ്റ് ചെയ്യുകയാണ്. സെറ്റ് ബിറ്റ് എവിടെയാണ്, P1.0-നെ സെറ്റ് ചെയ്യുന്നു. സോ പോർട്ട് 1-ലെ 0th ബിറ്റ് ഹൈ ആക്കുന്നു. സെറ്റ് ബിറ്റ് ഹൈ, അത് ഹൈ ആയിട്ട് നിൽക്കുന്നു. അതിന് ശേഷം എന്ത് ചെയ്യണം, ഡിലേ ഹൈ ആകുമെന്ന് വെച്ചാൽ ആ സ്ക്വയർ വേവിൻ്റെ ഹൈ പോർഷൻ കിട്ടി. ഹൈ പോർഷന് ശേഷം നമ്മളൊരു ഡിലേ വിളിക്കും. സോ അത് ഹൈ ആയിട്ട് ആ കോൾ ഡിലേ അത്രയും സമയം, ഒരു ചെറിയൊരു സമയത്ത് അത് ഹൈ ആയിട്ട് നിൽക്കും. അതിനുശേഷം നമ്മൾ ആ പിന്നിനെ ക്ലിയർ ചെയ്യുക, അതിന് ലോ ആക്കും. P1.0 ആവും. ക്ലിയർ P1.0 കൊടുക്കുമ്പോൾ P1.0 എന്നത് 0 ആവും. അപ്പോൾ അത് ഹൈ ആയി, ലോ ആയി. ഇനി ലോ ആയിട്ട് സെയിം ടൈം തന്നെ ലോ ആയിട്ട് നിൽക്കണം. അതിനുവേണ്ടി എൽ കോൾ ഡിലേ ചെയ്തു. പിന്നെ എന്ത് ചെയ്യുക, എസ് ജമ്പ് ഹിയർ ചെയ്യുമ്പം വീണ്ടും അത് എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും, ഡിലേ ചെയ്യും, ക്ലിയർ ചെയ്യും, ഡിലേ വിളിക്കും, വീണ്ടും സെറ്റ് ചെയ്യാതെ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഹൈ ലോ ഹൈ ലോ ഹൈ ലോ എന്നത് സെയിം ടൈമിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു സ്ക്വയർ വേവ് ആയിട്ട് കിട്ടും. സ്ക്വയർ വേവ് വിത്ത് സെയിം ലെങ്ത് ആണ് ഫോർ ഹൈ ആൻഡ് ലോ. സോ ഡ്യൂട്ടി സൈക്കിൾ 50% എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇങ്ങനെയാണ് ഒരു സ്ക്വയർ വേവ് ഓഫ് 50% ഡ്യൂട്ടി സൈക്കിൾ നമ്മൾ ഒരു പർട്ടിക്കുലർ പിന്നിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് നമുക്ക് മറ്റൊരു രീതിയിലും പ്രോഗ്രാം എഴുതാം. ആദ്യം ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം ആ ഒരു P1.0-നെ കോംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. അപ്പം കോംപ്ലിമെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ CPL P1.0 വിളിക്കുക. ആദ്യം അത് എന്ത് ചെയ്യും, സെറ്റ് ടു ഹൈ ബിറ്റ് ആവും. അത് ഇപ്പം 0 ആണെങ്കിൽ അത് ഹൈ ആകും, 1 ഹൈ ആയിരുന്നെങ്കിൽ അത് ലോ ആകും. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അത് ആദ്യം 0 ആയിരുന്നിരിക്കട്ടെ, അത് നേരെ ഹൈയിലേക്ക് പോകും. പിന്നെ ഒരു ഡിലേ വിളിക്കും. അതിനുശേഷം എസ് ജമ്പ് ഹിയർ. അപ്പോൾ ഇപ്പോൾ അത് ഹൈ ആയിട്ട് നിൽക്കുമായിരുന്നു, അതിനെ വീണ്ടും കോംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ അത് ലോ ആവും. പിന്നെ ഡിലേ വിളിക്കും. പിന്നെ എസ് ജമ്പ് ഹിയർ ചെയ്യും. അപ്പോൾ അത് ഹൈ ആയിട്ട് ലോ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ഹൈ ആകും. ലോയിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഹൈ ആകും. അതിങ്ങനെ കണ്ടിന്യൂസ്ലി നടക്കും, ഹൈ ലോ ഹൈ ലോ ഹൈ ലോ. സോ ആ ഒരു പോർട്ട് 8051-ലെ P1.0-ൽ ഇപ്പം ജനറേറ്റ് ചെയ്ത ആ ഒരു സിഗ്നലാണ് കാണിച്ചത്, ഒരു സ്ക്വയർ വേവ്. കണ്ടോ, P1.0-നെ സെറ്റ് ചെയ്യുമ്പോഴാണ് ഹൈ നിൽക്കും. എൽ കോൾ ഡിലേ കൊടുത്തുകൊണ്ടാണ് അത്രയും നേരം അത് ഹൈ ആയിട്ട് നിന്നു. പിന്നെ ക്ലിയർ ചെയ്തു, CLR P1.0 കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, ലോ ആയി തന്നെ നിൽക്കാൻ വേണ്ടിയാണ് എൽ കോൾ ഡിലേ കൊടുത്തത്. അത്രയും നേരത്തേക്ക് അത് ലോ ആയിട്ട് നിൽക്കും. എഗെയിൻ ആ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഹൈ ലോ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സിൻ്റെയും അതുപോലെ തന്നെ ബിറ്റ് അഡ്രസ്സബിലിറ്റിയുടെയും കാര്യമാണ്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ബിറ്റിനെ മാത്രം കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെ അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് കമാൻഡുകളുണ്ട്, അല്ലെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഒന്നാമത് നമ്മളിപ്പം പഠിച്ചു സെറ്റ് ബി എന്ന് പറയും. സെറ്റ് ബി എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ബിറ്റിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ബിറ്റാണ്. സോ സെറ്റ് ബി എന്ന് എഴുതുക, ഏത് ബിറ്റാന്ന് വെച്ചാൽ അത് കൊടുക്കുക. സെറ്റ് ബി എന്ന് വെച്ചാൽ സെറ്റ് ബിറ്റാണ് ആ ഒരു പർട്ടിക്കുലർ. ഇപ്പം സെറ്റ് ബി P1.0 എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ P1.0 എന്ന ബിറ്റിനെ അല്ല പിന്നിനെ ഹൈ ആക്കും. അതാണ് സെറ്റ് ബി എന്ന് പറയും. ഇനി ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ പിന്നിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി CLR വിളിക്കും. CLR P1.7 എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ P1.7 എന്ന് പറഞ്ഞ ആ ബിറ്റിനെ ക്ലിയർ ചെയ്യും. അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി CPL കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി 1 ആണെങ്കിൽ 0 ആക്കും, 0 ആണെങ്കിൽ 1 ആക്കും. CPL ആ പർട്ടിക്കുലർ ബിറ്റ് കൊടുക്കുക, അത് 1 ആണെങ്കിൽ അത് 0 ആക്കും. JB ബിറ്റ് ടാർജറ്റ് ഉണ്ട്. JB എന്ന് എഴുതുക, അതിന് ശേഷം ഏത് ബിറ്റാണോ അത് എഴുതുക, കോമ ഇട്ടിട്ട് ആ ടാർജറ്റ് ഇത് കൊടുക്കണം.
അപ്പോൾ അവിടെ എന്താ നടക്കണമെന്ന് വെച്ചാൽ ജംപ് ടു ടാർഗറ്റ് ഇഫ് ബിറ്റ് 1 ഈസ് ഈക്വൽ ടു 0. അവിടെ ജമ്പാണ്, ആ ഒരു പർട്ടിക്കുലർ ബിറ്റ് ഹൈ ആണോ എന്ന് ചെക്ക് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു പർട്ടിക്കുലർ ടാർഗറ്റിലേക്ക് ജമ്പ് ചെയ്യും. സോ ജമ്പ് ഇഫ് ബിറ്റ് ഈസ് 1, ജമ്പ് JB എന്ന് വെച്ചാൽ ജമ്പ് ബിറ്റ് 1 ആകുമ്പം, ആ പർട്ടിക്കുലർ ബിറ്റ് 1 ആകുമ്പം ജമ്പ് ചെയ്യും, ആ ടാർഗറ്റിലേക്ക് ജമ്പ് ചെയ്യും. സോ ജമ്പ് P1.3 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ P1.3 എന്നത് 1 ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കൊടുത്തിരിക്കുന്ന ടാർഗറ്റിലേക്ക് ജമ്പ് ചെയ്യും. അത് JNB ബിറ്റ് കോമ ടാർഗറ്റ്, ജമ്പ് ടു ടാർഗറ്റ് ഇഫ് ബിറ്റ് ഈസ് ഈക്വൽ ടു 0. ബിറ്റ് 0 ആണെങ്കിൽ എന്ത് ചെയ്യും, നോ ബിറ്റ് ആണെങ്കിൽ അല്ലെ ബിറ്റ് 0 ആണെങ്കിൽ ജമ്പ് ചെയ്യും. അത് JBC ബിറ്റ് കോമ ടാർഗറ്റ് ഉണ്ട്, ജമ്പ് ടു ടാർഗറ്റ് ഇഫ് ബിറ്റ് ഈസ് ഈക്വൽ ടു 1. അതുപോലെ തന്നെ ആ സമയത്ത് ഒരു കാര്യം കൂടി ചെയ്യും, ക്ലിയർ ബിറ്റ്. സോ ജമ്പ് ഇഫ് ബിറ്റ് ഹൈ ആണെങ്കിൽ എന്ത് ചെയ്യും, ജമ്പ് ചെയ്യും, അതുപോലെ തന്നെ ക്ലിയറും ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ്. സോ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോഗ്രാമിങ്ങും അതുപോലെ തന്നെ പോർട്ടുകളെ കുറിച്ചുള്ള കാര്യങ്ങളും എങ്ങനെ ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാമെന്നും ബിറ്റ് അഡ്രസ്സിബിലിറ്റിയുടെയും അതിന് വേണ്ട ഇൻസ്ട്രക്ഷനെ കുറിച്ചാണ് നമ്മളിത് പഠിച്ചു വന്നത്. ഓക്കെ, താങ്ക് യു.